നമസ്കാരം. പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് പിണറായി സർക്കാർ. ലോക നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് സൗജന്യമായി ലഭ്യമാക്കുന്നു എന്ന അവകാശവാദം നിലനിർത്തിക്കൊണ്ട് പ്രായോഗിക തലത്തിൽ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ നേരിടുന്നത് വലിയ ദുരിതങ്ങളാണ് എന്നത് അവർ മറച്ചുവെക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കത്രിക വിവാദം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രം. പ്രധാനമായും മെഡിക്കൽ കോളേജുകൾ മുതൽ താഴെത്തട്ടിലുള്ള താലൂക്ക് ആശുപത്രികളിൽ വരെ അനുഭവപ്പെടുന്ന കടുത്ത മരുന്ന് ക്ഷാമം കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ അപാകതയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. മരുന്ന് ക്ഷാമം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും അവിടെ കെടുകാര്യസ്ഥത നിലനിൽക്കുന്നു. ആവശ്യ മരുന്നുകളുടെ വിതരണം സുഗമമാക്കുന്നതിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നേരിട്ട ഭരണപരമായ പരാജയങ്ങളും അഴിമതി ആരോപണങ്ങളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വെയർ ഹൗസുകളിൽ തീപിടുത്തത്തിലൂടെ നശിച്ചതും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതായി പോയതും ഭരണപരമായ സുതാര്യതയില്ലായ്മയുടെ പ്രകടമായ ഉദാഹരണങ്ങൾ തന്നെ. എന്നിട്ടും അവർ പറയുന്നു മറ്റേത് രാജ്യത്തെക്കാളും മികച്ച സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത് എന്ന്. എന്തായാലും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി വലിയ തുകകൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിലും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദഗ്ധരെയോ അതുപോലെ തന്നെ ഡോക്ടർമാരെയോ നിയമിക്കുന്നതിൽ സർക്കാർ കടുത്ത അലംഭാവമാണ് കാണിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പല ജില്ലാ ആശുപത്രികളിലും കോടികൾ വിലയുള്ള സ്കാനിംഗ് മെഷീനുകൾ ജീവനക്കാരില്ലാത്തതിനാൽ ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട്. ഇത് ആരോഗ്യ ചെലവ് കുറയ്ക്കാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ലക്ഷ്യത്തെ തന്നെ തകർക്കുന്ന പിണറായി വിജയന്റെ ഭരണ നയമാണ്. മാത്രവുമല്ല, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി ചികിത്സ നൽകിയ ഇനത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വരുത്തിയത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ കേന്ദ്രങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. സർക്കാർ നൽകാനുള്ള പണം ലഭിക്കാത്തതിനാൽ പണപ്രമുഖ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് നിർധനരായ രോഗികളെയാണ് നേരിട്ട് ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, പകർച്ചവ്യാധി പ്രതിരോധത്തിലും കഴിഞ്ഞ 5 വർഷം വലിയ തിരിച്ചടികൾ കേരളം നേരിട്ടിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോഴും അതിനുശേഷമുള്ള കാലയളവിൽ എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ മൂലമുള്ള മരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ ഇവിടെ തുറന്നു പറയേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പേര് മാറ്റിയെങ്കിലും പലയിടത്തും ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. പക്ഷെ ഇതൊക്കെ ആര് നോക്കാനല്ലേ? റഫറൽ സംവിധാനത്തിലെ പോരായ്മകൾ കാരണം മെഡിക്കൽ കോളേജുകളിൽ അനുഭവപ്പെടുന്ന അമിത നിരക്ക് രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. ഒരു ബെഡിൽ തന്നെ 2 രോഗികളെ കിടത്തേണ്ടി വരുന്ന സാഹചര്യം കേരളം പോലെ ഒരു വികസിതമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന് ഒട്ടും ഭൂഷണമല്ല. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ കാര്യത്തിലും സർക്കാർ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എങ്ങനെയെന്നല്ലേ? ആശുപത്രി സംരക്ഷണ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും ജോലി സ്ഥലത്ത് ഡോക്ടർമാർ കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും തുടർക്കഥയായി മാറുകയാണ് ഇവിടെ. നഴ്സിംഗ് മേഖലയിലെ ചൂഷണങ്ങൾ തടയാനോ മിനിമം വേതനം ഉറപ്പാക്കാനോ ആവശ്യമായ ശക്തമായ ഇടപെടലുകൾ ഈ കാലയളവിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പകരം ആരോഗ്യ വകുപ്പിലെ ഭരണപരമായ തീരുമാനങ്ങളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നുകൂടുന്നത് ഈ മേഖലയുടെ ശാസ്ത്രീയമായ വളർച്ചയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് താനും. പൊതുജനാരോഗ്യം എന്നതിലുപരി കേവലം കണക്കുകളിലും പ്രചാരണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി കേരളത്തിന്റെ ആരോഗ്യ മാതൃക മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനം അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തവുമാണ്. എന്തായാലും കേരളത്തിന്റെ ആരോഗ്യ മേഖല അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന കേരള മോഡൽ എന്ന ബിംബത്തിന് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ കത്രിക പ്രശ്നം കടുത്ത പ്രഹരം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം ഒരു ഒറ്റപ്പെട്ട വീഴ്ചയായി കാണാൻ കഴിയില്ല. മറിച്ച് ഇത് വ്യവസ്ഥാപിതമായ പരാജയത്തിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും പര്യായം തന്നെയാണ്. 5 വർഷത്തിലേറെയായി ആ കത്രികയും പേറി വേദന തിന്നു ജീവിച്ച ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നീതി ലഭിക്കാൻ മാസങ്ങളോളം തെരുവിലിരുന്ന് സമരം ചെയ്യേണ്ടി വന്നു എന്നത് ജനാധിപത്യ കേരളത്തിന് ലജ്ജാകരമായിട്ടുള്ള വാർത്ത തന്നെ. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതിന് പകരം അന്വേഷണ റിപ്പോർട്ടുകൾ അട്ടിമറിക്കാനും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും സർക്കാർ സംവിധാനങ്ങൾ കാണിച്ച അമിതാവേശം ആരോഗ്യ വകുപ്പിന്റെ വിശ്വാസ്യത തകർക്കുന്നത് തന്നെയായിരുന്നു. ഈ കത്രിക വിവാദത്തിന് മുൻപും സമാനമായ നിരവധി ഭീതിജനകമായ സംഭവങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അരങ്ങേറിയിട്ടുണ്ട്. ശസ്ത്രക്രിയ മാറി നടന്ന സംഭവങ്ങളും മരുന്നിന് പകരം മാറി കുത്തിവെപ്പ് എടുത്തതിനെ തുടർന്ന് രോഗികൾ മരണപ്പെട്ടതും എന്തിന് മെഡിക്കൽ കോളേജ് വാർഡുകളിലെ എലി കടിച്ച സംഭവങ്ങൾ വരെ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ കണ്ടു നിന്നതാണ്.
എന്നിട്ടും അവർ പറയുന്നു ആരോഗ്യ കേരളമാണ് എന്ന്. രോഗിക്ക് നൽകുന്ന ചികിത്സയുടെ ഗുണനിലവാരത്തെക്കാൾ ഉപരിയായി കെട്ടിടങ്ങളുടെ പെയിന്റിങ്ങിനും അതുപോലെ അതൊക്കെ മോടി പിടിപ്പിക്കലിനും PR വർക്കുകൾക്ക് മുൻഗണന നൽകുന്ന രീതിയാണ് നിലവിലുള്ളത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു സാധാരണക്കാരന് അത്യാഹിത ഘട്ടത്തിൽ വെന്റിലേറ്ററോ ICU ബെഡോ ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ സംവിധാനത്തിന്റെ പരാജയം തന്നെയാണ് വിളിച്ചു പറയുന്നത്. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ലോക മാതൃകയായി ഉയർത്തിക്കാട്ടിയെങ്കിലും അതിന് പിന്നാലെ വന്ന മരുന്ന് വാങ്ങലിലെ അഴിമതികളും PP കിറ്റ് അഴിമതിയും ഈ മേഖലയിലെ ധാർമ്മികമായ തകർച്ചയാണ് വെളിപ്പെടുത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനത്ത് തെരുവ് നായയുടെ കടിയേറ്റ് വാക്സിൻ എടുത്തവർ പോലും വിഷബാധയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് വാക്സിനുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഏകോപനമില്ലായ്മയെക്കുറിച്ചും വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് ആശ്വാസമാകേണ്ട കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തലാക്കിയതിനു പകരം കൊണ്ടുവന്ന ഇൻഷുറൻസ് പദ്ധതികൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രികളുടെ ലാഭത്തിന് വഴിമാറുന്നതും ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ളവരുടെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ അതിപ്രസരവുമാണ് ഈ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. താഴെത്തട്ടിൽ ഡോക്ടർമാരും നഴ്സുമാരും കടുത്ത ജോലി ഭാരത്താൽ വലയുമ്പോഴും ഭരണപരമായ പാളിച്ചകൾ മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ രോഗികൾക്ക് പ്രാപ്യമാകുന്നില്ല. മെഡിക്കൽ കോളേജുകളിൽ മതിയായ ജീവനക്കാരെ നിയമിക്കാത്തതും ഉള്ളവരെ അനാവശ്യമായി സ്ഥലം മാറ്റുന്നതും ചികിത്സാ രംഗത്തെ താളം തെറ്റിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ച പോലും ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയുടെ സ്മാരകമായി ഇന്നും കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. കത്രിക പ്രശ്നത്തിൽ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്താതെയും ആശുപത്രികളിലെ സുതാര്യത ഉറപ്പാക്കാതെയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. കേവലം റാങ്കുകളിലും അവാർഡുകളിലും അഭിരമിക്കാതെ സാധാരണക്കാരന്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയായി ആരോഗ്യ വകുപ്പ് മാറാത്ത പക്ഷം ഈ 5 വർഷം കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് നേരിട്ട സമാനതകളില്ലാത്ത തിരിച്ചടികൾക്കും കെടുകാര്യസ്ഥതയ്ക്കും വകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന വിമർശനം ഇന്ന് പൊതുസമൂഹത്തിൽ ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രികാ പ്രശ്നത്തിൽ നീതി തേടിയ ഹർഷീന എന്ന സാധാരണക്കാരിയായ സ്ത്രീ മാസങ്ങളോളം തെരുവിൽ സമരം ചെയ്തിട്ടും അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. സ്വന്തം വകുപ്പിന് കീഴിൽ നടന്ന ഗുരുതരമായ മെഡിക്കൽ വീഴ്ച സമ്മതിക്കാനോ ഇരയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാനോ ഉള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി മന്ത്രി പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് ഭരണപരമായ പരാജയമായിട്ട് തന്നെ നമുക്കിവിടെ കണക്കാക്കാവുന്നതാണ്. കേവലം അന്വേഷണ കമ്മീഷനുകളെ നിയോഗിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് പലപ്പോഴും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യ വകുപ്പിന്റെ ഏകോപനത്തിൽ മന്ത്രി പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ തുടർച്ചയായി ഉണ്ടായ ഇത്തരം സംഭവങ്ങൾ അത്രയും പറയുന്നത്. മാത്രവുമല്ല കേരളത്തിലുണ്ടായ മരുന്നുക്ഷാമവും ഇവിടെ സംസാരിക്കേണ്ട വിഷയമാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങളും മരുന്ന് സംഭരണശാലകളിലെ ദുരൂഹമായ തീപിടുത്തങ്ങളും നടന്നപ്പോൾ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീണ ജോർജ് പരാജയപ്പെട്ടിരിക്കുന്നു. അത്യാവശ്യ മരുന്നുകൾ പോലും ലഭിക്കാതെ സാധാരണക്കാർ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ PR വർക്കുകളിലൂടെ ആരോഗ്യ മാതൃക ആഘോഷിക്കാനാണ് മന്ത്രി തിടുക്കം കൂട്ടിയത്. വാക്സിൻ എടുത്തവർ പോലും പേവിഷബാധയേറ്റ് മരിച്ച സംഭവം ഉണ്ടായപ്പോൾ വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഉയർന്ന പരാതികൾ ഗൗരവത്തോടെ കാണുന്നതിന് പകരം പ്രതിരോധം തീർക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. ഇത് ജനങ്ങളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ പ്രതിച്ഛായക്കാണ് മന്ത്രി വില കൽപ്പിക്കുന്നത് എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്ന സംഭവവുമാണ്. മാത്രവുമല്ല ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അവർക്ക് പരിചയക്കുറവ് ഉണ്ടായിരുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവന ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. സ്വന്തം ജീവനക്കാരുടെ ആത്മവീര്യം തകർക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. മെഡിക്കൽ കോളേജുകളിലെ PG ഡോക്ടർമാരുടെ സമരം മുതൽ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണം വരെയുള്ള വിഷയങ്ങളിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം പിടിവാശിയോടെയുള്ള സമീപനമാണ് മന്ത്രി പലപ്പോഴും സ്വീകരിച്ചത് എന്നതും വിമർശനത്തിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് മേൽ കൃത്യമായ നിയന്ത്രണമില്ലാത്തതും താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കാത്തതും കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് നാഥനില്ലാത്ത ഒരു അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരുന്നത്
വളരെ ശോചനീയമായ കാര്യം തന്നെയാണ്. കേവലം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മാധ്യമ പ്രസ്താവനകളിലൂടെയും ആരോഗ്യവകുപ്പ് ഭരിക്കാമെന്ന മന്ത്രിയുടെ വ്യാമോഹം സാധാരണക്കാരന്റെ ചികിത്സാ സൗകര്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അടുത്ത 3-4 മാസത്തിനിടയിൽ ആ മന്ത്രിസ്ഥാനവും കസേരയും ജനങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരികെ എടുക്കുമെന്നതാണ് ഇനി പറയാനുള്ള മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.